നമസ്കാരം. ഡ്രാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ പോകണം. എതിർ ടീം അവരാഘോഷിക്കും, ശബ്ദം ഉണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ പറയും. അതൊന്നും അതിൽ പോയി തലവെച്ച് ഫിസിക്കലി ആൾട്രിക്കേഷൻ, ഇങ്ങനെ ഹെഡ് ബട്ടൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ശിക്ഷാ നടപടി എടുക്കും. കാരണം ഫിസിക്കലി ടച്ച് ചെയ്യുന്നൊരു കളിയല്ല ക്രിക്കറ്റ്. അപ്പോൾ ഫിസിക്കൽ ടച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെതിരെ നടപടി വരും. യശസ്വി ജയ്സ്വാൾ എന്താണ് ഔട്ടായി കഴിഞ്ഞാൽ കയറി പോകുക എന്നുള്ളതല്ല പണി. മുമ്പ് ഇതുപോലെ ഔട്ടായി കഴിഞ്ഞതിന് ശേഷം BGTയിൽ സ്റ്റാർക്കുമായിട്ട് പ്രശ്നമുണ്ടായതും പിന്നെ എന്താ നടന്നതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ ഫിസിക്കലി പോയി അത് ഇങ്ങനെ ഹെഡ് ബട്ടനൊക്കെ പോയത് അതിൻ്റെ ഒന്നും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് വിദഗ്ധർ തന്നെ അദ്ദേഹത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുമുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസത്തെ ഹീറോ ദേവദത്ത് പടിക്കലാണ്. അദ്ദേഹം വീണ്ടും സെഞ്ചുറി അടിച്ചിരിക്കുന്നു. പ്രാക്ടീസ് മാച്ചിൽ സെഞ്ചുറി ഉണ്ടായിരുന്നു, ഫസ്റ്റ് ടെസ്റ്റിൽ സെഞ്ചുറി ഉണ്ടായിരുന്നു, രണ്ടാം ടെസ്റ്റിലും സെഞ്ചുറി. പടിക്കൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് എന്താണെന്ന് ശ്രീലങ്കയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്ത്യക്ക് തിരിച്ചടിയായ മറ്റൊരു കാര്യം ഋഷഭ് പന്ത് റിട്ടയർഡ് ആയിട്ടായി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിന് ബോൾ കൊണ്ടു, ഒരു ഷോട്ട് കളിക്കാനുള്ള ശ്രമം, പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് കളിക്കളം വിടേണ്ടി വന്നു. ഏതായാലും ഒന്നാം ദിവസത്തെ സ്റ്റംപ്സിൻ്റെ സമയത്ത്, രണ്ടാം ടെസ്റ്റിൻ്റെ ഒന്നാം ദിവസത്തെ സ്റ്റംപ്സിൻ്റെ സമയത്ത് ഇന്ത്യ 5 വിക്കറ്റിന് 300 എന്നുള്ള ശക്തമായ നിലയിലാണ്. ഇന്ത്യക്ക് വേണ്ടി യശസ്വി ജയ്സ്വാളും KL രാഹുലും ചേർന്ന് ഓപ്പൺ ചെയ്തു. ടോസ് ലഭിച്ച ടീം ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഈ കൂട്ടുകെട്ട് 11ാമത്തെ ഓവറിൽ പൊളിഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 37 റൺസാണ് ഉണ്ടായിരുന്നത്. രാഹുൽ മടങ്ങി. രാഹുൽ 33 പന്തുകളിൽ നിന്ന് 18 റൺസാണ് അടിച്ചത്. അതിനുശേഷമാണ് യശസ്വി ജയ്സ്വാൾ മടങ്ങി പോകുന്നത്. ജയ്സ്വാൾ അസിത ഫെർണാണ്ടോയുടെ ബോളിൽ ബൗൾഡ് ആവുകയായിരുന്നു. ബൗണ്ടറികളൊക്കെ അടിച്ചു വരുമ്പോൾ അങ്ങനെ ബൗൾഡായി. അതിനുശേഷം ഒരു ഹീറ്റഡ് എക്സ്ചേഞ്ച് എന്ന രൂപത്തിൽ നടന്ന സംഭവങ്ങൾ ഒട്ടും ക്രിക്കറ്റിന് ചേർന്നതായിരുന്നില്ല. 53 പന്തുകളിൽ നിന്ന് 9 ഫോറുകൾ സഹായത്തോടെ 45 റൺസാണ് യശസ്വി ജയ്സ്വാൾ അടിച്ചത്. പടിക്കൽ ഗംഭീരമായിട്ട് തൻ്റെ കളി തുടർന്നു. ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല് അർദ്ധ സെഞ്ചുറി നേടുകയുണ്ടായി. കഴിഞ്ഞ കളിയിൽ നിരാശപ്പെടുത്തി ഗില്ല്, പക്ഷേ ഇവിടെ തൻ്റെ അർദ്ധ സെഞ്ചുറി കുറിച്ചു. 108 പന്തുകളിൽ നിന്ന് 6 ഫോറുകൾ സഹായത്തോടെ അദ്ദേഹം 50 റൺസ് അടിക്കുകയുണ്ടായി. ഏതായാലും ദേവദത്ത് പടിക്കൽ തൻ്റെ സെഞ്ചുറിയും കുറിച്ച് മുന്നോട്ട് പോയി. 193 പന്തുകളിൽ നിന്നാണ് അദ്ദേഹം 117 റൺസ് അടിച്ച. ഒടുവിൽ കേശര നുവാന്തയുടെ പന്തിൽ പുറത്താവുകയായിരുന്നു. പന്ത് റിട്ടയർഡായിട്ടായി. 15 പന്തുകൾ നേരിട്ട് അദ്ദേഹം 3 റൺസ് എടുത്ത് നിൽക്കവെയാണ് അത് സംഭവിച്ചത്. അദ്ദേഹം പോയി. പിന്നെ അവസാന ഘട്ടത്തിൽ രവീന്ദ്ര ജഡേജ മടങ്ങി. അസിത ഫെർണാണ്ടോ തന്നെയാണ് ആ വിക്കറ്റ് എടുത്തത്. 3 വിക്കറ്റാണ് അസിത ഫെർണാണ്ടോ നിന്ന് നേടിയത്. 83 പന്തുകളിൽ 43 റൺസ്. സ്റ്റംപ്സിന് തൊട്ട് മുമ്പാണ് ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഒരു നിരാശ. അല്ലെങ്കിൽ 4 വിക്കറ്റിന് 300 എന്ന രൂപത്തിൽ നമുക്ക് നിൽക്കാമായിരുന്നു. എനിവേ അദ്ദേഹം 43 റൺസുമായിട്ട് പുറത്തായി. ഇപ്പോൾ ക്രീസിലുള്ളത് ജുറലും ഡെബ്യൂട്ടൻ സാരാൻസ് ജെയിനുമാണ്. 21 പന്തിൽ 7 റൺസുമായിട്ട് ജുറലും 5 പന്തിൽ 4 റൺസുമായിട്ട് ജെയിനും ക്രീസിലുണ്ട്. ഇന്ന് ജെയിന് ഡെബ്യൂ ചെയ്യാനായിട്ടുള്ള കാരണം രാവിലെ BCCI ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കുൽദീപ് യാദവ് അദ്ദേഹത്തിന് ഒരു ഇൽനെസ് പിടിപെട്ടിരുന്നു. അതിൽ നിന്ന് പൂർണ്ണമായിട്ടും റിക്കവർ ആയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്. അതുകൊണ്ടാണ് അദ്ദേഹം സെലക്ഷൻ അവൈലബിൾ ആയിരുന്നില്ല. അതേസമയം എന്തെങ്കിലും കൺകഷൻ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ ആവശ്യം വരികയാണെങ്കിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനും പറ്റും എന്ന് BCCI പിന്നീട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീലങ്കൻ ബൗളിങ്ങിൽ 3 വിക്കറ്റുകളുമായിട്ട് അസിത ഫെർണാണ്ടോ തന്നെയാണ് തിളങ്ങിയത്. കുമാരക്കും നുവാന്തക്കും ഓരോ വിക്കറ്റുകളും ലഭിക്കുകയുണ്ടായി. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 305. നാളെ പന്ത് ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇറങ്ങും എന്ന് തന്നെ കരുതാം. അങ്ങനെയെങ്കിൽ നാളത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ്. 2 സെഷനൊക്കെ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു സ്കോറിലേക്ക് പോകാൻ പറ്റും. എന്തായാലും ഇന്ത്യ തന്നെയാണ് ആദ്യ ദിവസം കളി പിടിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.